വെൽക്കം ടു ടിങ്കൂസ് കിച്ചൺ. ഇപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ബാക്കി വരുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ, ഇഡ്ഡലി വെച്ച് നമുക്കൊരു 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ടുള്ള ഒരു പലഹാരം തയ്യാറാക്കാമേ. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോൾ നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ഇഡ്ഡലി എടുത്ത് ഇങ്ങനെ 3 ഇങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായ ശേഷം ഒരു 3 സ്പൂൺ സൺഫ്ലവർ ഓയിലേ അതൊഴിച്ച് അതൊന്ന് ചൂടായിട്ട് എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഈ ഇഡ്ഡലി കട്ട് ചെയ്തത് അതിലോട്ട് ഇങ്ങനെ കൊടുക്കും. ഇതിൽ നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല, മസാലകളൊന്നും ചേർത്തിട്ടില്ല. വെറും ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയ ഇഡ്ഡലി കട്ട് ചെയ്ത് ഈ എണ്ണയിൽ മൊരിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ഇങ്ങനെ അപ്പുറം തിരിച്ചിട്ട് കൊടുക്കണം. ഒരു വശം മൊരിഞ്ഞതിന് ശേഷം മറ്റേ വശം ഒന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പം നമ്മൾ നല്ല വട മൊരിഞ്ഞു വരുന്നത് പോലെ നല്ല കളറിൽ വരും. ഇതിനിങ്ങനെ ഈ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ഒരു ചേരുവകളും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ രാവിലെ ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് നല്ലൊരു പലഹാരം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്, ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നല്ല രീതിക്ക് മൊരിച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് സോസും കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. സോസ് ഇല്ലാതെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.